വായുമലിനീകരണം രൂക്ഷമായതോടെ ഗ്യാസ് ചേംബറിൽ ജീവിക്കുന്നത് പോലെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങളെന്ന് പറയുകയാണ് ദില്ലിയിലെ മലയാളികൾ. കുട്ടികൾക്കും പ്രായമായവർക്കും ശാരീരിക അസ്വാസ്ഥ്യമുണ്ട്. കൃത്രിമ മഴ പെയ്യിച്ച് പ്രശ്നം പരിഹരിക്കണം എന്നാണ് ദില്ലി കേരള ഹൌസിലെ ജീവനക്കാരും ആവശ്യപ്പെടുന്നത്. പടക്കത്തിനൊക്കെ ദില്ലിയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്ന് സുപ്രീംകോടതിയിലെ മലയാളി അഭിഭാഷകരും പ്രതികരിച്ചു. ആദിൽ പാലോടിന്റെ റിപ്പോർട്ട് കാണാം. ദില്ലിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായതോടെ ജനജീവിതം വലിയ ബുദ്ധിമുട്ടിലാണ്. ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, രോഗികളൊക്കെ ബുദ്ധിമുട്ടുന്നതാണ്, ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നതാണ് നിലവിലെ കാഴ്ച. എനിക്കിപ്പം കേരള ഹൌസിലെ ജീവനക്കാരും മലയാളി അഭിഭാഷകരും ഒക്കെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് സാഹചര്യമെന്ന്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഒരു ബുദ്ധിമുട്ട് വായുമലിനീകരണം ഇപ്പോൾ രാവിലെ ഇറങ്ങിയാൽ അടുത്തേക്ക് നാളെ കാണാൻ പറ്റുന്നില്ല. തീർച്ചയായും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെയും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലുള്ള ആളുകളെ, അവരൊക്കെ സംബന്ധിച്ച് ഈ ആസ്മ വല്ലാണ്ട് കൂടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമുക്ക് പുറത്ത് ചില സമയത്ത് കണ്ണുകൾ വരെ നീറി പോകുന്ന ഒരു സമയം ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആയുസ് കൂടി കുറയാണ് ഈ ഡൽഹി താമസിക്കുന്നവർ. അത് ശരിയല്ലേ? ഇന്നലത്തെ അവസ്ഥയാണെങ്കിൽ ഒരു 8 മണിക്ക് ശേഷമാണെങ്കിൽ ശരിക്കും ഒരു ഗ്യാസ് ചാമ്പർ നിൽക്കുന്ന പോലെയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഈ കോപ്പർനിക്കസ് മാർഗിലാണ്, ഇന്ത്യ ഗേറ്റിന് അടുത്തായിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഈ കുട്ടികളൊക്കെ ചുമച്ച് നടക്കുന്ന അവസ്ഥ. കാരണം ഈ പടക്കത്തിൻ്റെ സ്മെല്ലും വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത് വളരെയധികം രൂക്ഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട്, ഇപ്പോൾ കൃത്രിമ മഴ പെയ്യിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചില്ല എങ്കിൽ ഈ ശ്വാസകോശ രോഗബാധിതരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ആയുസ് കുറയുന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കോടതി ഇപ്പോൾ ഹരിത പടക്കങ്ങൾ പൊട്ടിക്കാം എന്നൊരു നിർദ്ദേശം വെച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ദുരുപയോഗിക്കാണ് ആളുകൾ ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചുകൂടി നിയമനിർമ്മാണവും സംവിധാനങ്ങൾ കുറച്ചുകൂടി നിയമം കർശനമാക്കേണ്ട സാഹചര്യമുണ്ട്. മലയാളി അഭിഭാഷകരാണ്, എന്ത് തോന്നുന്നു? ഇവിടുത്തെ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള പടക്കവും അനുവദനീയമായ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ലീഗൽ ബാൻ തന്നെയാണ് വേണ്ടിയിരുന്നത്. ഈ ഹരിത പടക്കങ്ങൾ എന്ന് പറയുമ്പം അത് സർട്ടിഫൈഡ് ആയിട്ടുള്ളത് മാത്രമേ വിൽക്കാവൂ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് ആരും പരിശോധിക്കപ്പെടുന്നില്ല. പടക്കങ്ങൾ വിൽക്കുന്നു, വാങ്ങുന്നു ആൾക്കാർ. നിയമം കർശനമാക്കാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കംപ്ലീറ്റ് ബാൻ മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ നിയന്ത്രിതമായി ചെയ്യാം എന്നൊരു സാഹചര്യം ഡൽഹിയിലില്ല. അത്രമേൽ രൂക്ഷമാണ് ഇവിടുത്തെ സാഹചര്യം. എങ്ങനെയുണ്ട്? രാവിലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എഴുന്നേറ്റത്? അതെ, രാവിലെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. തൊണ്ടവേദന, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ആവശ്യമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ തന്നെ ഒരു ഗ്യാസ് ചേമ്പറിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നത്. വലിയ പടക്കങ്ങൾ, ആഘോഷമാണ്. പക്ഷേ സ്ഥിതി സങ്കീർണമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. മലയാളികളെന്നല്ല, ദില്ലിയിൽ താമസിക്കുന്ന ആകെയുള്ളവരും ആകെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. രോഗ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണിത് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി.